ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മുട്ടയില്ലാണ്ട് ഉണ്ടാക്കുന്ന 2 ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന 2 ഓംലെറ്റാണ് കേട്ടോ. അത് ഒന്ന് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഒന്ന് നമ്മൾ മുരിങ്ങയില ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ 2 ഓംലെറ്റും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മുട്ടയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അളവല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിന് അളക്കുക നിങ്ങൾ കേട്ടോ. അതിൻ്റെ 1/4 ഭാഗം നിങ്ങൾ മൈദ ഇട്ട് കൊടുക്കുക. 1 കപ്പാണെങ്കിൽ 1/4 കപ്പ് മൈദ. ഏതെങ്കിലും പാത്രമാണെങ്കിൽ ആ പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം എടുത്തിട്ട് മൈദ ചേർത്താൽ മതി. ഇനി ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട, ബേക്കിംഗ് പൗഡർ ചേർക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പൗഡർ ചേർക്കുന്നത് നമുക്കിതൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു മുട്ടൻ്റെ ആ ഒരു സോഫ്റ്റ് നമുക്കിത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ചായിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മുട്ട കലക്കിയെടുക്കണം അതേ ലൂസായിട്ട് തന്നെ നമ്മളിതും കലക്കിയെടുക്കണം കേട്ടോ. മുട്ട നമ്മൾ കലക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പാകം എത്രയെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു പാകത്തിൽ നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. നമ്മൾ കലക്കി ചുടുന്ന ദോശൻ്റെയൊക്കെ ആ ഒരു പാകത്തിനാണ് നമ്മൾ ശരിക്കും ഇത് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് കട്ടയില്ലാണ്ടതൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഇതിന് കപ്പളവ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രത്തിനാണെന്നുണ്ടെങ്കിൽ കടലപ്പൊടി എത്ര എടുക്കുന്നോ അതിൻ്റെ 1/4 ഭാഗം മൈദ എടുക്കുക, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. 1 കപ്പാകുമ്പോൾ അതിലേക്ക് 3/4 ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡർ ഞാൻ ചേർത്തത്. അതിൻ്റെ അളവ് കുറക്കുകയാണെങ്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് നിങ്ങൾ കുറച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പകുതി ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ 2 ഐറ്റം ഓംലെറ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം, ഒന്നിലേക്ക് നമുക്ക് മുരിങ്ങയിലൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയോ ചെറിയ ഉള്ളിയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് തക്കാളി കട്ട് ചെയ്തത്, അതുപോലെ കുറച്ച് പച്ചമുളകും ക്യാപ്സിക്കും കൂടെ അരിഞ്ഞെടുത്തതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ ഓംലെറ്റ് എങ്ങനെയൊക്കെയാണ് വേണമെന്നുള്ളത്, എന്തൊക്കെയാണ് ചേർക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിലൊന്ന് കാണിക്കാമെന്ന് മാത്രം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റേ ബൗളിലേക്ക് അതുപോലെ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വലിയ ഉള്ളിയാണ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അതും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇനി മുരിങ്ങയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങയില നമ്മൾ ഊരി വെച്ചിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും അളവൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങ പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഓംലെറ്റ് കടന്നിട്ട് തന്നെ വേവും. മുരിങ്ങക്ക് വേവ് കുറവാണ്. ഇനി ഇതിൽ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് കലക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉപ്പിട്ടത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കുക പാകത്തിനുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇനി ഒരു പാന് വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ട് ഞാൻ ഒഴിക്കുന്നില്ല, എൻ്റെ ഒരു പകുതി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകട്ടെ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് മൊത്തം മാറും. ഒരു ഭാഗം റെഡി ആകുമ്പോൾ നമ്മൾ സാധാരണ ഓംലെറ്റ് തിരിച്ചിടുന്ന പോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ. പിന്നെ അത് റെഡിയാവുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസിയാണ് കേട്ടോ. കുറച്ച് സമയം വേവാനായിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. വെജിറ്റബിൾസും ഇതൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ പാനിൽ തന്നെ കുറച്ച് കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മുരിങ്ങ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇപ്പോൾ ചുട്ടെടുക്കുന്ന കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള മാവ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ചൂടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മുരിങ്ങയിലെ എല്ലാ ഭാഗത്തേക്കൊന്നും ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. അത് ഒരു ഭാഗത്തേക്ക് മാത്രം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതും അതുപോലെ തന്നെ അടച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക.
നമ്മൾ അടിച്ചു വെക്കുന്നതെന്ന് ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ടി കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുത്താൽ മതി. പാനിൽ ഞാനിപ്പോൾ കുറച്ച് കട്ടി തന്നെയാണ് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് മറ്റേ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കുക. നല്ല സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ മുളകൊക്കെ ചേർത്തിട്ട് ചെയ്യാം. അപ്പോൾ 2 ഓംലെറ്റും നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല 2 ഓംലെറ്റാണ് കേട്ടോ. ശരിക്കും കഴിക്കുമ്പോൾ മുട്ട ഇല്ലാത്തതൊന്നും ഒരിക്കലും അറിയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഓംലെറ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ്, നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ഓംലെറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.